അടുത്തത് മിഥുനക്കൂറിലേക്ക് നോക്കാം. ജെമിനി എന്നാണ് അതിൽ ഇംഗ്ലീഷിന് പറയുന്ന പേര്. മകയിരത്തിൻ്റെ അവസാനത്തെ 2 പാദവും തിരുവാതിരയും പുണർദത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് മിഥുനക്കൂറ്. മിഥുനം രാശിക്കാർക്ക് ഒരു ടേണിംഗ് പോയിൻ്റ് ആയിട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതായത് ആഴ്ചയുടെ ആദ്യം ബുധൻ 12-ലാണ്. മിഥുനക്കൂറിൻ്റെ അഥവാ മിഥുനത്തിൻ്റെ അധിപൻ ബുധനാണ്. അത് 12-ലായിരുന്നു. അത് 29-ാം തീയതി സ്വക്ഷേത്രത്തിലേക്ക് ലഗ്നത്തിലേക്ക് വരികയാണ്. അപ്പോൾ ആദ്യ സമയത്ത് കുറച്ച് ആശയക്കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടാകാം. അതുകൊണ്ടുണ്ടാകുന്ന ചില വൈകല്യങ്ങളും ഒക്കെ ജീവിതത്തിൽ, അതായത് പ്രൊഫഷനിലോ ജോലിയിലോ പഠിത്തത്തിലോ ഒക്കെ ഉണ്ടാകുന്നതാണ്. എന്നാൽ ലഗ്നത്തിലേക്ക് സ്വക്ഷേത്രത്തിലേക്ക് ബുധൻ 29-ന് പ്രവേശിക്കുന്നതോടുകൂടി നമ്മുടെ ആത്മവിശ്വാസം കൂടും, ആശയവിനിമയ ശേഷിയും ഒക്കെ ഉയരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. കാര്യങ്ങളൊക്കെ പൊതുവെ നമുക്ക് അനുകൂലമായിട്ട് തന്നെ വരുന്നതാണ്. ജോലി അഥവാ പ്രൊഫഷണൽ രംഗത്ത് ആദ്യത്തിലെ മന്ദഗതി ആയിട്ടായിരിക്കും എങ്കിലും അത് പിന്നീട് 29-ന് ശേഷം അത് മെച്ചപ്പെടും. ആദ്യ ഭാഗത്ത് കുറച്ച് ചിലവുകളൊക്കെ കൂടാവുന്നതാണ്. അത് ആഴ്ചയുടെ അവസാനത്തിലേക്ക് വരുമ്പോൾ ആ നഷ്ടങ്ങളൊക്കെ മാറി സാമാന്യമായിട്ട് ധനലാഭങ്ങളൊക്കെ ഉണ്ടാകും. കുടുംബജീവിതത്തിൽ ചില തെറ്റിദ്ധാരണകളും ഒക്കെ ഉണ്ടാകും. എന്നാലത് പരിഹരിക്കപ്പെടും. അത് ആഴ്ചയുടെ അവസാനം അനുകൂലമായിട്ട് തന്നെയാണ് ഉണ്ടാകുന്നത്. മാനസികമായിട്ട് ചില സംഘർഷങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും അതും വലിയ കാര്യമായിട്ട് നമ്മളിലേക്ക് അനുഭവപ്പെടുന്ന ലഗ്നത്തിൽ വ്യാഴമാണ്. ഈശ്വരാനുഗ്രഹം വളരെ ഉള്ള കാലമാണ്. അതുകൊണ്ട് മറ്റ് വലിയ പ്രയാസങ്ങളൊന്നും ഈ ആഴ്ച അനുഭവപ്പെടാനില്ല. ഇവർക്കൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് വൈഷ്ണവമായിട്ടുള്ള അഥവാ അവതാര വിഷ്ണു ആയിട്ടുള്ള ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ മുതലായിട്ടുള്ള അതുപോലെ നരസിംഹം അഥവാ ബാലഗോപാല മന്ത്രങ്ങൾ, ഇങ്ങനെയുള്ള മന്ത്രമൂർത്തികളെ ഭജിക്കുക, ഉപാസന ചെയ്യുക, ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക, വഴിപാടുകൾ നടത്തുക, ഇതൊക്കെയും പച്ചപ്പയർ ദാനം ചെയ്യുക, മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ദാനം ചെയ്യുക, ഇതൊക്കെയും വളരെ നല്ല ഫലങ്ങൾ കിട്ടുന്നതാണ്.